പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, മാറാത്തവനാണ്, കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ഒരു നന്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ കുറവ് വരാതെ നമ്മളെ നടത്തുന്നവൻ. ഈ കർത്താവിൻ്റെ ആ സാന്നിധ്യ ബോധം നമ്മുടെ അകത്ത് അസാധാരണമായ നിലയിൽ വെളിപ്പെടുമ്പോൾ, അതായത് ആ ഒരു ബോധ്യത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മാറ്റം ഉണ്ടാകും. നമ്മൾ പൂർണ്ണമായും ഒരു അനുഗ്രഹമായി മാറും. അതായത് ചിന്തിച്ചു നോക്കുക, ഒരു വലിയ ധനവാനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ആളുകൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ചില്ലറകൾ, അതായത് ആ വലിയ എമൗണ്ടിൽ ഒരു അല്പം ചെറിയ തുക ബാലൻസ് വന്ന് ചിലരത് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാതെ അത് അവർക്കൊരു അതങ്ങ് വിട്ടുകളഞ്ഞങ്ങ് പോകും. കാരണം ആ ഷോപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തവർക്ക് ഒരു സഹായം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ധനവാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഗണിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് ധാരാളം ഉണ്ടെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉള്ളിടത്തോളം ചെറിയ ചെറിയ നഷ്ടങ്ങളെ പരിഗണിച്ചു എന്ന് വരികയില്ല. നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചിലരോട് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ, ചില വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകണമെങ്കിൽ, ചില സ്ഥലത്തൊന്ന് ഹമ്പിൾ ആകണമെങ്കിൽ നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഐ ഹാവ് ഇനഫ്. എനിക്ക് കർത്താവ് എന്നെ ആഴമായി സ്നേഹിക്കുന്നു എന്ന് ബോധ്യം വരുന്ന ഒരാൾ സ്നേഹിച്ചില്ല എന്ന് പരാതി പറയില്ല, അല്ലെ? കാരണം ആര് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മൈ ഗോഡ് ലവ്സ് മീ. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള മേഖലകളെ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും ഞാൻ പരിഗണിച്ച് നോക്കിയാൽ എൻ്റെ ദൈവം എന്നെ നടത്തിയത് അത്ഭുതകരമായിട്ടാണ്. ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യങ്ങളും അവന്റെ സ്നേഹം വെളിപ്പെടുകയും ആ സ്നേഹം എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിയത് ഞാൻ കണ്ടതാ. അപ്പോൾ ഞാൻ എന്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പരിഭവപ്പെടുന്നത്? ഒരാൾ സ്നേഹിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പരിഭവപ്പെടേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്ന ആര് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എന്നെ അതിനതീതമായി സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ആ ബോധ്യം, യെസ്, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. നമുക്കതവിടെ അവിടെ നമ്മളെന്താ ചില പരിഭവങ്ങളും പരാതികളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിക്കും. അതുപോലെ നമുക്ക് ക്ഷമ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആരും നല്ലവരായതുകൊണ്ടല്ലല്ലോ നമ്മൾ ഇന്നായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കാൻ കാരണം. കർത്താവ് നല്ലവനായതുകൊണ്ടല്ലേ. നമ്മൾ ധാരാളം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബലഹീനതകളുടെ നടുവിൽ, ആ കുറവുകളുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവരായ, നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിയത്. അപ്പൊ കർത്താവ് എന്നെ ക്ഷമിച്ച ക്ഷമ വലുതാണ് എന്ന്, കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളോട് ക്ഷമിക്കാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ ക്ഷമ കിട്ടിയ ഒരാൾക്ക് മാത്രമേ, എന്നോട് ദൈവം ക്ഷമിച്ചു എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് എപ്പോഴും ഒരു അരോചകത്വമാകത്ത് കിടക്കും. ഞാൻ പെർഫെക്റ്റ് അല്ല, സോ അതുകൊണ്ട് പെർഫെക്റ്റ് ആകാനായിട്ടുള്ള കഠിന ശ്രമത്തിൽ പലരെയും ചിലപ്പോൾ മുറിപ്പെടുത്തും, ചിലരെ ഒഴിവാക്കും, ചിലരെയൊക്കെ പരിഗണിക്കാതെ വിടും. അതൊക്കെ ജീവിതത്തിൽ വലിയ ഗ്യാപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതം സന്തോഷകരമാകുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം പഠിച്ച് മനസ്സിലാക്കി നിറച്ചു വെക്കേണ്ട ഒരു അറിവുണ്ട്. ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. അതായത് ജീവിതത്തിനകത്ത് പല മേഖലകളിലും തകർന്നു പോകാനും വീണു പോകാനും ഒക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന നിലയിലായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ എൻ്റെ കർത്താവിനോട് ക്ഷമിച്ചു, എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പാപത്തെ കർത്താവ് പരിഗണിക്കാതെ വിട്ടെങ്കിൽ ആർക്കും ഇനി അത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കുറ്റപ്പെടുത്തത്തില്ല. എൻ്റെ ദൈവം എനിക്ക് മാറാത്തവനായിട്ട്, എന്നെ കരുതുന്നവനായിട്ട് എൻ്റെ കൂടുതലുണ്ടാകും. ആ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുക. അപ്പോൾ നമ്മളിൽ ഇനഫ്, നമ്മുടെ അകത്ത് ആവശ്യത്തിന് സ്നേഹം, ക്ഷമ, ധൈര്യം ഇതുള്ളപ്പോൾ നമ്മുടെ ലൈഫ് ഉണ്ട് പീസ്ഫുള്ളാണ്. ആരും എന്തും പറഞ്ഞോട്ടെ,
നമുക്ക് ആരുടെ അടുക്കലും പോയി അല്ല കേട്ടോ, ഞാൻ അങ്ങനല്ല ചിന്തിച്ചത്, ഇങ്ങനെ ചിന്തിച്ചത്, ഇതൊന്നും പറഞ്ഞ് സമയം കളയാൻ നമുക്കില്ല, അല്ലേ? നമ്മളെ തന്നെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം എൻ്റെ കർത്താവ് എന്നെ പരിഗണിച്ചിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹയർ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ബോധ്യമുള്ള എനിക്ക് ഞാൻ എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടേണ്ടത്? ഒരു ആവശ്യമില്ല ഭയപ്പെടേണ്ട ഒരു ആവശ്യം, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ, ഹൃദയത്തെ വാഴട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവ്, നമ്മിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യം നമുക്ക് തരുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുറന്നു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ നല്ല കാര്യസ്ഥനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് ഓരോ ഘട്ടങ്ങളിൽ, ഓരോ സന്ദർഭങ്ങളിൽ, അവരുടെ ശുശ്രൂഷകളിൽ, അവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ആത്മാവ് വന്നു അവരുടെ നിയോഗം നിവർത്തിക്കുവാനായിട്ട് അവരുടെ കൂടെ വസിച്ച് നിയോഗം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിന്ന് മാറിപ്പോയി. അപ്പോഴ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേലുള്ള ആ നിയോഗത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി അവരുടെ കൂടെ വന്നു. ആ നിയോഗത്തിന്റെ നിവൃത്തിയിലും പല സമയത്ത് വന്നു പോയി എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാലോ, ശിംശോന്റെ ജീവിതത്തിൽ വളരെ വളരെ ശക്തനായിരുന്ന ഒരാളായിട്ടാണ് ശിംശോനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഫിസിക്കലി ഉള്ള അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. വലിയ ഉയരവും ശക്തനുമായിരുന്നോ, ചെറിയ ആളായിരുന്നോ, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ വചനത്തിൽ പറയുന്നുണ്ട് അവന്റെ ആക്ഷനിൽ, അവന്റെ പ്രവൃത്തിയിൽ അവൻ ശക്തനാണ്. അവനെ ആർക്കും അതിജീവിക്കാൻ കഴിയാത്തവണ്ണമുള്ള ശക്തി അവനിലുണ്ടായിരുന്നു. അപ്പൊ അത്രയും ശക്തനായിരുന്ന ശിംശോന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ശിംശോനെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ അവന് പ്രത്യേക ചില സാഹചര്യങ്ങളിലൊക്കെ അവനെതിരെ ശത്രുക്കൾ വന്നപ്പോ, ഫെലിസ്ത്യർ വന്നപ്പോ, സിംഹം വന്നപ്പോ, ചില വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോ വചനത്തിൽ ഇങ്ങനെ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോഴേ എപ്പോഴും വന്നു എന്ന് എടുത്തു പറയാൻ കാരണം ആ നിയോഗം കഴിഞ്ഞപ്പോൾ ആത്മാവിനെ വിട്ട് മാറി. അതുകൊണ്ടാണല്ലോ പിന്നീടും വരേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ കാരണം ആത്മാവിന് വസിക്കത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയായിരുന്നില്ല പഴയ നിയമ വിശുദ്ധന്മാരുടെ അവസ്ഥ. നമുക്ക് സങ്കീർത്തനക്കാരനായ ദാവീദ്, അല്ലെങ്കിൽ രാജാവായിരുന്ന ദാവീദിന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തിക്കൊണ്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവനായ ദാവീദ് തന്റെ മനസാക്ഷിയിൽ പോലും താൻ പാപം ചെയ്തുവെന്ന് ചിന്തയോ ബോധ്യമോ ഇല്ലാതിരിക്കെ ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് ബോധ്യം നൽകി കഴിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51. ആ 51 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇതാണ്. അതിന്റെ 51 സങ്കീർത്തനം 10 വാക്യം: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പോഴ് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, 11 വാക്യം: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അവിടെ എടുക്കുകയും അരുതേ എന്നവിടെ ദാവീദ് പറയാനുള്ള കാരണം, ദാവീദിന് ഒരു കാര്യം അറിയാം. ആ ഒരു ജീവിത സന്ദർഭത്തില് അവൻ ചെയ്ത തെറ്റ് നിമിത്തം ആത്മാവ് അവനിൽ നിന്ന് മാറിപ്പോകും. അവൻ നല്ലത് ചെയ്യുമ്പോൾ അവനിൽ വന്നു വസിക്കും, അല്ലാത്തപ്പോഴൊക്കെ ആത്മാവ് അവനെ വിട്ട് മാറിപ്പോകും. കാരണം അവൻ കണ്ടതാണ് ശൗലിന്റെ ജീവിതത്തിൽ. ശൗലിനെ കുറിച്ച് നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 16 നമ്മൾ കാണുന്നതാണ്. ആത്മാവ് ശൗലിനെ വിട്ട് എടുക്കപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ ആത്മാവ് അവനിൽ നിന്ന് എടുക്കപ്പെട്ടതായ നിലയിൽ അവിടെ സംഭവിക്കുന്ന കാര്യം, ശൗലിന് സംഭവിച്ച കാര്യം എന്താണ്? ശൗലിന്റെ മേലിൽ നിന്ന് ആത്മാവ് പോയ ഉടനെ, ആത്മാവ് അവന്റെ മേലിൽ നിന്ന് മാറിപ്പോയ ഉടനെ അവന് ദൈവം അയച്ചൊരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു എന്നാണ് വായിക്കുന്നത്. എന്നാൽ അഭിഷേക സമയത്ത് പരിശുദ്ധാത്മാവ് ദാവീദിന്റെ മേൽ വന്നു എന്ന് നമ്മൾ കാണുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16 11 വാക്യം: അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഇവിടെ ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. ആത്മാവ് പ്രാപിച്ചവനായ ദാവീദ് പിന്നത്തെ നമുക്കറിയാം, ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുകയും ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്ത ദാവീദ് പിന്നെ ശൗലിനെ ഭയന്ന് ഓടുന്നവനായിട്ടാണ് നമ്മൾ ദാവീദിനെ കാണുന്നത്.
കാരണം ആ ഒരു ദൗത്യം കഴിഞ്ഞപ്പോൾ ആത്മാവിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ 51-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പൊ ആത്മാവ് സ്ഥിരമായി അവരിൽ വസിക്കണമെങ്കിൽ നിർമ്മലമായ ഒരു ഹൃദയമുള്ളവരിലെ ആത്മാവ് വസിക്കും. ആത്മാവ് വസിക്കുക, അല്ലെങ്കിൽ ആത്മാവ് വരും പോകും. ആത്മാവ് ഒരുവനിൽ വസിക്കണമെങ്കിൽ അവന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. അപ്പൊ നിർമ്മലമായ ഒരു ഹൃദയം അല്ലാതിരിക്കുന്നത് കൊണ്ട് ആത്മാവ് വന്നു പോയി ആ ഒരു നിലയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ പഴയ നിയമ വിശുദ്ധന്മാരിൽ നിർമ്മലമായ ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കണമെങ്കിൽ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വിവരണം എങ്ങനെയാണ്? ആത്മാവ്, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിനെ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിച്ചതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 21-ാം വാക്യം: ജനം എല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പൊ ആത്മാവ് ഒരുവനിൽ വസിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുന്ന നിലയിലേക്ക് ഒരുവനാകണമെങ്കിൽ അവൻ പുത്രനാകണമായിരുന്നു. അതായത് നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കപ്പെട്ട് പുത്രത്വമുള്ളവർക്ക് ഉള്ളതാണ് പരിശുദ്ധാത്മാവ്. പുത്രനുള്ളതാണ് പരിശുദ്ധാത്മാവ്. കാരണം അതായത് നമുക്കറിയാം, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷെ ഏശാവ് കരഞ്ഞ് നിലവിളിച്ചിട്ട് പോലും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയില്ല. അപ്പം ഇസഹാക്കിന്റെ അനുഗ്രഹം യാക്കോബിൽ കൊണ്ടുവന്ന ഒരു പ്രത്യേകത, ഇസഹാക്കിന് എന്തെല്ലാം ഉണ്ടോ ആ വാഗ്ദത്തങ്ങളുടെ മുഴുവൻ അവകാശിയായിട്ട് യാക്കോബ് വരും. അപ്പൊ ആ പിന്തുടർച്ചയാണ്, ഇസഹാക്കിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് യാക്കോബ് വരും. അതെങ്ങനെ സംഭവിച്ചത്? അനുഗ്രഹത്താണ്. അപ്പൊ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ആരാണോ ആരെ അനുഗ്രഹിക്കുന്നോ അവന്റെ പിന്തുടർച്ച, ആ വ്യക്തിയുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്, ദൈവം മറ്റ് സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ അനുഗ്രഹിച്ചു. എന്താണ്? അവന്റെ നിലയിൽ തന്നെ പിതാവായ ദൈവം എങ്ങനെ ഭൂമിയിൽ നിൽക്കുന്നു അതേ അധികാരത്തോടെ, അതേ പദവിയോടെ നിൽക്കത്തക്കോളം മനുഷ്യനെ എക്വിപ്പ് ചെയ്ത് ഒരൊറ്റ വാക്കുകൊണ്ട്, അനുഗ്രഹം എന്ന വാക്കുകൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുന്ന കാര്യം, നമുക്ക് യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് വന്നു, പുത്രനിൽ. ആരിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കൂ? പുത്രനിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. എല്ലാവരിലും ആത്മാവ് വരും പോകും, പക്ഷെ പുത്രന്മാരിലാണ് ആത്മാവ് വന്നു വസിക്കുന്നത്. നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 32-ാം വാക്യം: യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. 33-ാം വാക്യം: ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. അപ്പോഴ് ആരാണ് പുത്രൻ? ആത്മാവ് ഇറങ്ങി വന്ന് ഒരുവനിൽ വസിക്കുമ്പോഴാണ് അവൻ പുത്രനായി മാറുന്നത്. അവിടെയാണ് പുത്രത്വം, സൺഷിപ്പ്. അവിടെയാണ് പുത്രത്വം വെളിപ്പെടുന്നത്. പുത്രത്വം, സൺഷിപ്പ്. അപ്പൊ അങ്ങനെ പുത്രത്വം പ്രാപിച്ച പുത്രനായി തീർന്ന യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായി, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവനായി, ആത്മാവിനെ നടത്തപ്പെടുന്നവനായി, ആത്മാവിനെ നിഷ്കളങ്കനായി തന്നെ തന്നെ അർപ്പിച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു, ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ആത്മാവായി നമ്മുടെ അകത്ത് വസിക്കുന്നു. പ്രൈസ് ഗാഡ്. അപ്പോഴ് പുത്രന്മാർക്കുള്ളതാണ് പുത്രന്മാർക്കുള്ള അവകാശമാണ് പരിശുദ്ധാത്മ. നമുക്ക് ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ മക്കളാകൊണ്ട്, 4-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ
മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ആർക്കാണ് ആത്മാവ്? മക്കൾക്ക്. അപ്പം മക്കൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ നൽകപ്പെടൂ. അവിടെ വ്യക്തമായി പറയുന്നു, നാം മക്കളാകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാവിനെ പകർന്നു. എന്തുകൊണ്ടാണ്? നാം മക്കളാകയാൽ. അപ്പൊ പഴയ നിയമത്തിൽ അവരുടെ മേൽ ആത്മാവ് വന്നു വസിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ മക്കളല്ലായിരുന്നു. അവർ ആരാ? ദാസന്മാർ. ആരാണ് മക്കൾ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം ലഭിച്ചു. അപ്പൊ മക്കളാരാ? യേശുവിനെ വിശ്വസിക്കുന്നവരാണ് മക്കൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം മക്കൾ. ഹല്ലേലൂയ. അപ്പം പുത്രന്മാരാകണമെങ്കിൽ എന്ത് വേണം? ഹല്ലേലൂയ, പുത്രനിൽ വിശ്വസിക്കണം. നമുക്ക് വായിക്കാനായിട്ട് 1 യോഹന്നാന്റെ ലേഖനം 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകും. അപ്പം ദൈവത്തിലും ജനിക്കണ എന്ത് ചെയ്യണം? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചവനാരാ? ദൈവത്തിൽ ജനിച്ചവനാ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ, ദൈവത്തിന്റെ പുത്രനാ. ആരാ? യേശുവിൽ വിശ്വസിക്കുന്നവൻ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 8:15 എങ്ങനെയാണ് പറഞ്ഞത്? പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര നാം പ്രാപിച്ചത്. ഗലാത്യ ലേഖനം 4:7 അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രത്വ നമ്മുടെ ഹൃദയങ്ങളിൽ പുത്രത്തെ പകർന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി ദാസന്മാരല്ല, പുത്രനത്രേ. അപ്പൊ അവിടെ എല്ലാം നമ്മളെ മക്കളാക്കി മാറ്റി. എങ്ങനെയാ മക്കളായത്? വിശ്വസിച്ചപ്പോൾ നമ്മൾ മക്കളായതുകൊണ്ട് നമുക്ക് ആത്മാവിനെ ലഭിച്ചു. അപ്പോഴ് അതെങ്ങനെയാ സംഭവിച്ചത്? വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് ആത്മാവ് ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19:2 ഇങ്ങനെയാണ് പൗലോസ് എഫെസോസിലെ ജനത്തോട് അവിടെ കണ്ടവരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ ആത്മാവിനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവനാണ് ആത്മാവ്. അപ്പൊ നമുക്ക് ഗലാത്യ ലേഖനം 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോഴേ ചിന്തിച്ചു നോക്കുക, ആത്മാവിനെ എങ്ങനെ പ്രാപിക്കുന്നത്? വിശ്വാസത്താൽ പ്രാപിക്കാം. എങ്ങനെ? വിശ്വാസത്താൽ. അപ്പൊ ആത്മാവിനെ പ്രാപിക്കണം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവ്. പക്ഷേ ഈ പരിശുദ്ധാത്മ ഒരുവനിൽ വന്നു വസിക്കണമെങ്കിൽ വിശ്വസിക്കുന്നവനിലെ ആത്മാവ് വന്നു വസിക്കുകയുള്ളൂ. അപ്പൊ പഴയ നിയമത്തിൽ ആരും വിശ്വസിച്ചില്ലേ? അവരെല്ലാം വിശ്വസിച്ചല്ലോ. പക്ഷേ അവര് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതായത് പഴയ ഓൾഡ് കവനന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമ പുസ്തകമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾഡ് കവനന്റ്, അതായത് മോശയിലൂടെ നൽകപ്പെട്ട പ്രമാണവും അതിന്റെ അനുഷ്ഠാനങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിലല്ല, പ്രവൃത്തിയിൽ. അവരിതെല്ലാം ചെയ്യണം, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അപ്പോൾ അവിടെ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യത്തിലൂടെയാണ് അവർക്ക് ഈ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നന്മകളെല്ലാം പ്രാപിക്കണമെങ്കിൽ അവർ പ്രവർത്തിക്കണം. പക്ഷേ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത്. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താകുന്നില്ല? അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നില്ല. ആർക്കും അതിനെ ചെയ്ത് നിവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പ്രമാണം എങ്ങനെ നിൽക്കുകയും. എന്നാൽ റോമാലേഖനം 10:4 പറയുന്നു, വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടേണ്ടതിന്, വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ എന്ത് സംഭവിച്ചു? ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ആ ന്യായപ്രമാണത്തിന് നിവൃത്തിക്ക് ശേഷമാണ് എന്തു വരുന്നത്? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന പ്രമാണത്തിൽ നിന്ന് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന പ്രമാണത്തിലേക്ക് വന്നത് യേശുവിന്റെ മരണ പുനരുത്ഥാന ശേഷം. അതായത് പ്രവൃത്തി ചെയ്യുക എന്നത് ന്യായപ്രമാണം അനുസരിക്കുക, ജീവൻ പ്രാപിക്കുക, ന്യായപ്രമാണത്തിലൂടെ മക്കളായി അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞ യഹൂദന്മാർക്ക് മാത്രമുണ്ടായിരുന്നു. പക്ഷേ
യഹൂദന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ന്യായപ്രമാണത്താലുള്ള നീതീകരണത്തിൽ നിന്ന് മാറി സകലർക്കുമുള്ള വിശ്വാസത്തിന് നീതി വന്നു യേശുക്രിസ്തുവിലൂടെ. അപ്പൊ ആത്മാവിനെ പകരുക, അവിടെയാണ് പെന്തക്കോസ്ത് നാളിൽ ആത്മാവിന്റെ വലിയ പകർച്ച നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. എന്നാൽ അതേപോലെ അവർ 10 ദിവസം കാത്തിരുന്നിട്ടാണ് അവർ ആത്മാവിനെ പ്രാപിച്ചത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. ആരുടെ മേൽ? ജാതികളുടെ മേൽ. കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്ന ജാതികളുടെ മേൽ ആത്മാവ് വന്നു. അപ്പൊ അവിടെ ആത്മാവ് സകല ജഡത്തിന് മേലും പകരപ്പെടുമെന്നത് അവിടെ മുതൽ സംഭവിക്കാൻ തുടങ്ങി. അവിടെ മുതൽ അത് യാഥാർത്ഥ്യമായി. അപ്പൊ ആത്മാവ് സകലർക്കുമുള്ളതായിട്ട് മാറി. ആത്മാവ് പുത്രന്മാർക്കുള്ളതാണ്. ആത്മാവ് വസിക്കുക എന്ന് പറയുന്നത് പുത്രത്വം പ്രാപിച്ചവർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ആത്മാവ് ഉള്ളവനാണ് ആര്? പുത്രൻ. പുത്രത്വമുള്ളവനാണ് ആത്മാവ്. അപ്പോഴവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ കാറ്റോ തീയോ പ്രാവോ വെള്ളമോ എണ്ണയോ ഈ ചില വസ്തുക്കളോട് ചേർത്ത് നിങ്ങൾ ആത്മാവിനെ കാണരുത്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമുണ്ട്. അപ്പൊ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിലൂടെ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ സമ്പൂർണത വസിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. യെസ്, the whole fullness of God is in you. നിങ്ങളിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത. അപ്പൊ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രവർത്തികൾ ചെയ്തു തീർക്കണമായിരുന്നു. അത് ആരാ ചെയ്തു തീർത്തത്? യേശു ക്രിസ്തു ക്രൂശിൽ അത് മുഴുവൻ നിവർത്തിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? നിവർത്തിച്ചവനിൽ വിശ്വസിച്ചാൽ മതി, നിവർത്തിച്ച പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ആത്മാവ് വസിക്കുന്ന അവസ്ഥ. പഴയ നിയമത്തിൽ ആർക്കും വിശ്വസിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, കാരണം പ്രവൃത്തിയായിരുന്നു അവരുടെ നീതീകരണത്തിന് ആധാരം. പക്ഷെ പുതിയ നിയമത്തിൽ യേശു അത് ചെയ്ത് തീർത്തത് കൊണ്ട് ഇനി എന്റെ നീതിയുടെ ആധാരം പ്രവൃത്തിയല്ല, വിശ്വാസം. വിശ്വസിക്കുന്നവർക്കാണ് പുത്രത്വം, പുത്രത്വമുള്ളവർക്കാണ് ആത്മാവ്, ആത്മാവുള്ളവനാണ് പുത്രൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാനായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തില് നമുക്ക് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 19-ാം വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, അതുകൊണ്ട് നിങ്ങൾക്കുള്ളവരല്ല. അപ്പൊ ചിന്തിച്ചു നോക്കുക, ഒരു വാടക കെട്ടിടം ഞാൻ എൻ്റെ വീടാന്ന് പറയൂ, ഞാൻ സ്ഥിരതാമസം അവിടെ അല്ല, ഞാൻ സ്ഥിരം താമസിക്കത്തില്ല. വാടക കെട്ടിടം ആകുമ്പോഴത്തേനും എനിക്ക് ഇഷ്ടമുള്ളത് വരെ താമസിക്കും. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സൗകര്യങ്ങൾ മാറുന്ന, ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന ഞാൻ വേറൊരു സ്ഥലത്തേക്കും. പക്ഷേ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചാലോ പരിമിതികളുണ്ടായിരിക്കും, പക്ഷെ ഞാനവിടെ താമസിക്കും, കാരണം എൻ്റെ വീടാണ്. അപ്പൊ പഴയ നിയമത്തിൽ വാടകയാണ്, ആരെയും വാങ്ങിച്ചില്ല. പക്ഷെ പുതിയ നിയമത്തിൽ എന്ത് സംഭവിച്ചറിയാം? ന്യായപ്രമാണത്തിൽ നമ്മള് ഗലാത്യ ലേഖന 4-ാം അധ്യായത്തില് നമ്മളത് കാണുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിൽ കാണുന്ന നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. വിലയ്ക്ക് വാങ്ങിയപ്പോ നമ്മൾ ആരായി മാറിയെന്നറിയാമോ? കർത്താവിന്റെ നിത്യം വസിക്കുന്ന ആലയമായി നമ്മൾ മാറി, മന്ദിരമായിട്ട് നമ്മൾ മാറി. ഇനി ആത്മാവ് വന്നു പോവുകയല്ല, നമ്മൾ സ്ഥിരം വസിക്കുകയാണ്. നമ്മൾ മക്കളാണ്, കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി നമ്മൾ താങ്കൾക്കുള്ളവരല്ല, ഇനി നമ്മൾക്കുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് സകല ഐശ്വര്യങ്ങളും സകല നന്മകളും നമ്മിൽ വസിക്കുന്ന ആത്മാവിനാൽ സാധ്യമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ ശരിയും തെറ്റുമായുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളിൽ കുറവുകൾ കാണും, പരിമിതികൾ കാണും. പക്ഷെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് അവൻ അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുക. അതായത് ഒരു വീട് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പരിമിതികൾ ഉണ്ടായിരിക്കും.
നമ്മളത് വേണ്ടി വന്നാൽ അത് വലുതാക്കണമെങ്കിൽ വലുതാക്കും. അതൊക്കെ ചെയ്ത് നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കും. നമ്മൾ ഇറങ്ങിപ്പോകത്തില്ല. പരിമിതികൾ ഉണ്ടെങ്കിലും അതിനെ വലുതാക്കുക അല്ലാതെ അത് ഇട്ടേച്ചു പോകത്തില്ല. നമ്മൾ അവിടെ തന്നെ വസിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മിൽ വസിക്കുകയാണ്. അവൻ നമ്മളിൽ വസിക്കുക. പുതിയ നിയമത്തിൽ കർത്താവ് എന്നിൽ വസിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഹല്ലേലൂയ. എന്നെ വിലയ്ക്ക് വാങ്ങി. വാടക കെട്ടിടമായിരുന്ന എന്നെ വിലക്കെടുത്തു. ഹല്ലേലൂയ. മുമ്പ് ആവശ്യത്തിന് വരും, അത് കഴിയുമ്പോൾ പോകും. അല്ലെങ്കിൽ പരിമിതികൾ കാണുമ്പോഴത്തേനും വേറെ വാടക കെട്ടിടം തേടി പോകും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. സ്വന്തമായിട്ട് എന്നെ വാങ്ങിച്ചതുകൊണ്ട് അവൻ പരിമിതികൾ എന്നിലുണ്ടെങ്കിലും കുറവുകൾ എന്നിലുണ്ടെങ്കിലും അവൻ എന്നിൽ തന്നെ വസിക്കുകയാണ്. അവൻ എന്നിൽ വസിക്കുകയാണ്. അവന് ഞാൻ ഒന്നായിട്ട് മാറി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയുന്നത് ആർക്കും വേർപിരിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്ക് നമ്മളായി തീർന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ. ഒരു നന്മയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരികയില്ല. നിങ്ങളൊരു അത്ഭുതമാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ അങ്ങേ നോക്കുന്നു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. പരിമിതികളെ, ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവിടെ അകത്ത് ക്രിസ്തുവിലൂടെ ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവരിൽ വസിക്കുന്നു എന്ന ആഴമായ ബോധ്യം അവരിൽ വെളിപ്പെട്ടിട്ട് അവരൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. പരിമിതികളെല്ലാം പൊട്ടട്ടെ കർത്താവെ. സാധ്യമല്ല എന്ന് പറയുന്നതിൽ നിന്ന് എല്ലാം സാധ്യമെന്ന് പറയുന്ന തലത്തിലേക്ക് വരട്ടെ. തീർന്നു എന്ന് പറയുന്നതിൽ നിന്നില്ല, ആമേൻ, ഞാൻ നിത്യതയിലാണെന്ന് പറഞ്ഞു പിടിക്കുന്ന ഒരു സാഹചര്യം വരട്ടെ. എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നതിൽ നിന്ന് ഇല്ല, ഇത് പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കുന്ന നില വരട്ടെ. ജീവിതത്തിനകത്ത് കർത്താവ് മടുത്തുപോയി, തകർന്നുപോയി, തളർന്നു പോയിരിക്കുന്നവരിൽ ക്രിസ്തുവിന്റെ ജീവന്റെ ആധിപത്യം വെളിപ്പെടുമാറാകട്ടെ. കുടുംബങ്ങളായി, വ്യക്തികളായി അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിലേക്ക്, ആ വാഹനത്തിലേക്ക്, ആ ഓഫീസിനകത്തേക്ക്, അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിന്റെ അസാധാരണമായ ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. അവരുടെ ശരീരങ്ങളിൽ അത് തിരിച്ചറിയട്ടെ കർത്താവ്. അവരിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം, ആ വെളിപ്പാട് അവർക്ക് ലഭിക്കട്ടെ. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3:16 പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഒരു കാരണവശാൽ നിങ്ങൾ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നിങ്ങൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെ. ലോക രാജ്യങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. അത് കർത്താവ് നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന വിളിയാണ്. കർത്താവ് നിങ്ങളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ദയവായി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ സകല നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.